ഈ പെണ്ണുങ്ങളുടെ ഒരു ഇതുണ്ടല്ലോ സംഘടന എന്താ അതിന്റെ പേര്? കുടുംബശ്രീ. കുടുംബശ്രീ അല്ല, കുടുംബശ്രീ, വീടിന്റെ വിളക്ക്. അത് ശരി. അപ്പൊ അല്ലാണ്ട് കുടുംബശ്രീ എന്നല്ല. സ്ത്രീ എന്നല്ല, കുടുംബശ്രീ. ഓ, കുടുംബത്തിന്റെ വിളക്ക് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്താലോ, പുരുഷന്മാരുടെ സംഘടന കുടുംബറാന്തരി, അത് വിളക്കിനേക്കാൾ കുറച്ചും കൂടി വലിപ്പമുണ്ടല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ട് ഇത് കൊണ്ടു നടക്കാൻ കഴിവും പ്രാപ്തിയുള്ള പരിചയസമ്പന്നനായ കോയക്കാനെ നമുക്ക് ചുമതലപ്പെടുത്താം. അല്ലപ്പ അത് ഞാൻ തന്നെ അവിടെ നിൽക്ക് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ആ ബുദ്ധിമുട്ടാണ് നമുക്ക് രാഘവനെ ഏൽപ്പിക്കാം. അപ്പൊ നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ട് കോയക്കാനെ തീരുമാനിക്കുന്നു. ആയിക്കോട്ടെ. ഈ വിഷയത്തെ പറ്റി എനിക്ക് ചിലത് പറയാനുണ്ട്. എന്താണ്? ആഗോളവൽക്കരണത്തിന്റെയും കമ്പോളവൽക്കരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും നവലിബറൽ ആശയങ്ങളുടെ പരിണിത ഫലമായി കുടുംബങ്ങളിൽ നാഥന് സ്ഥാനം കുറവുണ്ട്. കോയക്കൊക്കെ എന്ത് പറയാനില്ലേ? കുടിക്കാൻ വെള്ളമൊന്നും കൊണ്ടുവന്നിട്ടില്ല. പുരുഷൻ എന്ത്, എങ്ങനെ, എപ്പോൾ എന്ന എന്റെ നോവലിൽ ഇത് കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. നീ നോവൽ എഴുതിയിട്ടുണ്ട്? 12 നോവൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് നേരെ അക്രമമൊന്നും ഉണ്ടായില്ല. അതൊന്നും പബ്ലിഷ് ചെയ്തില്ല. ഇറക്കണ്ട. ഒന്ന് നമ്മുടെ സംഘടനക്കൊന്ന് ചൂട് പിടിച്ചൊന്ന് സെറ്റപ്പായി വരട്ടെ, ഇറക്കിയാൽ മതിട്ടോ. അല്ല സത്യശീല, അവര് നിന്റെ അണ്ടർവെയറൊക്കെ കീറി പറിച്ചെടുത്തെന്ന് പറഞ്ഞ് തിരിച്ചു തന്നായിരുന്നാ? തന്നില്ലേ? അതല്ലാതെ ഇട്ടുണ്ടായില്ല. അവരെന്റെ മുണ്ട് പിടിച്ചു വലിച്ചു. മുണ്ട് അവരിങ്ങനെ വലിച്ചപ്പോ ഞാനത് അപ്പൊ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുകയും ചെയ്തു. ഉണ്ടായാലും അതൊക്കെ ആൾക്കാർ വെറുതെ പറയും. ഇത് നമുക്ക് വിടാൻ പറ്റില്ല. വിട്ടപ്പം ഉണ്ടായി നാണം കെട്ടില്ലേ? മുണ്ടിന്റെ എല്ലാ കൈ അങ്ങനെ ആണുങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവണ പല കുടുംബങ്ങളും ഉണ്ട്. അതിപ്പോ ഈ സഭയിലിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ പലർക്കും അങ്ങനെ അനുഭവം ഉണ്ട്. ഞാൻ പേരൊന്നും എടുത്ത് പറയാനില്ല. പേര്